ഡോക്ടർ ഗിരിദാസ്, അതായത് ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ തന്നെ നീങ്ങിയിരിക്കുന്നു. തികച്ചും ഈ ആനയെന്ന് പറയുന്നത് അക്രമകാരിയായിട്ടുള്ള ഒരു ആന തന്നെയാണ്. ഇനിയിപ്പോൾ വനവകുപ്പ് അടക്കം തുടർ നടപടികൾ സ്വീകരിക്കുമ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കണം. അതോടൊപ്പം തന്നെ സ്വഭാവ സവിശേഷതകൾ അടക്കം പരിശോധിച്ചുള്ള ഒരു നീക്കത്തിലേക്കാകണ്ടേ ഇനിയിപ്പോൾ കാര്യങ്ങൾ നീങ്ങേണ്ടത്? കാരണം കാട് കയറ്റേണ്ട ഒരു സ്ഥിതിയിലേക്കാണോ അല്ലെങ്കിൽ മയക്കൂട് വെക്കേണ്ട ഒരു ഘട്ടത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങേണ്ടതെന്ന് ചിന്തിക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു മൃഗത്തിന്റെ അല്ലെങ്കിൽ ആനയുടെ സ്വഭാവ സവിശേഷത അടക്കം ആരോഗ്യ ഘട്ടമടക്കം പരിശോധിക്കേണ്ടതായിട്ടില്ലേ ഡോക്ടർ? തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് നമ്മൾ കേട്ടത്. ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. ഇത് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവുന്നതിൽ നമ്മൾ വീഴ്ച പറ്റാതെ നോക്കേണ്ടത് നമ്മുടെ ഭാഗത്തുള്ളതാണ്. കാരണം റേഡിയോ കോളറിട്ടൊരു ആന വീണ്ടും വയനാട് നഗര പ്രാന്തങ്ങളിലേക്ക് എത്തുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള നടപടിയല്ല. എങ്കിൽ പോലും ഇവിടെ ഒരു മനുഷ്യജീവൻ ബലി കൊടുക്കേണ്ടി വന്നു എന്നത് വളരെ ദുഃഖകരമായ അവസ്ഥയാണ്. ഈ സാഹചര്യത്തിൽ ആനയെ മയക്കുവെടി വെച്ച് തന്നെ പിടിച്ച് കൊണ്ടുപോകേണ്ടി വരും. അല്ലാതെ ആനയെ പെട്ടെന്നൊന്നും അവിടെ നിന്ന് അട്ടിയോടിക്കാനൊന്നും പറ്റാത്ത ഒരു ടെറേനായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അതിന് മയക്കുവെടി വയ്ക്കുന്നതിൽ തെറ്റൊന്നുമില്ല. മയക്കുവെടി വെച്ച് പിടിക്കണം. ഒരു പ്രാവശ്യം ഒരു മയക്കുവെടി വെച്ചൊരു ഇൻസിഡന്റ് വന്നു എന്നതുകൊണ്ട് വീണ്ടും മയക്കുവെടി വെക്കാതിരിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് മനുഷ്യജീവൻ രക്ഷിക്കുക, അതാണ് ആദ്യത്തെ പ്രധാനം. രണ്ടാമത് ആ മൃഗത്തിന്റെ ജീവൻ രക്ഷിക്കണം. ഈ സാഹചര്യത്തിൽ നമ്മൾ എന്ത് തന്നെയായാലും അതിനെ മയക്കുവെടി വെച്ച് അതിന്റെ ഒരു നമ്മുടേതായ അതിന് വിശ്രമിക്കാൻ പറ്റുന്ന ഒരു താവളത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നടപടി. ഡോക്ടർ ഗിരിദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ആനയെ മയക്കൂട് വെക്കേണ്ട ഒരു ഘട്ടമുണ്ടെങ്കിൽ അതിലേക്ക് നീങ്ങേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ നമ്മൾ തണ്ണീർക്കൊമ്പന്റെ കാര്യത്തിൽ കണ്ടതായിരുന്നു. കർണാടക വനവകുപ്പ് ഇവിടുന്ന് ആനയെ കയറ്റിക്കൊണ്ട് പോകുന്നു, പക്ഷേ ആന ചരിയുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ നീങ്ങി. അപ്പോൾ ആ ഒരു ഇടക്കാലയളവിൽ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ആനയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ അടക്കം പരിശോധിക്കണം. അത്തരത്തിൽ ഒരു പരിശോധനകളുടെ ഒക്കെ തന്നെ ഒരു അടിസ്ഥാനത്തിൽ വേണ്ട ഇത്തരത്തിലൊരു മയക്കുപിടി വെക്കുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ തന്നെ നമ്മൾ നീങ്ങുമ്പോൾ ആ കാര്യങ്ങൾ കൂടി പരിഗണിക്കണം. പിന്നെ തീർച്ചയായിട്ടും പരിഗണിക്കണം. പക്ഷെ എങ്കിൽ പോലും സാഹചര്യങ്ങളാണല്ലോ. ഇപ്പോൾ തണ്ണീർക്കൊമ്പൻ മയക്കുവെടി വെച്ചു, അത് ചെരിയാനിടയ സാഹചര്യം, അതിന് മയക്കുവെടി വെച്ച് അതിനെ അവിടെ തന്നെ തളച്ച് അതിന് തൊട്ടടുത്ത് തന്നെ തളയ്ക്കുക, യാത്ര ഒഴിവാക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യാനുണ്ടല്ലോ. അത് അല്ലാതെ മയക്കുവെടി വെച്ചത് കൊണ്ടൊന്നും ഇപ്പൊ ഒരു വട്ടം ഒരു ആന ചെരിഞ്ഞു എന്ന് കരുതി ഇവിടെ മയക്കുവെടി വെക്കാതിരിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. കാരണം മയക്കുവെടി വെച്ച് പിടിക്കേണ്ടത് മയക്കുവെടി വെച്ച് തന്നെ പിടിക്കണം. പക്ഷെ അതിന് സാഹചര്യമായ സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ശരിക്കും ഈ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ വനവകുപ്പിനുള്ള ആശങ്ക എന്ന് പറയുന്നതും ആനയെ ജനവാസ മേഖലയിൽ തങ്ങുന്നൊരു ഘട്ടം തന്നെയായിരുന്നു. അപ്പോൾ തികച്ചും ജനവാസ മേഖലയിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുള്ള ഒരു നിയമ നടപടികളൊക്കെ തന്നെ കാര്യങ്ങൾ നീങ്ങണം. ശരിയല്ലേ ഡോക്ടർ ഗിരിദാസ്? തീർച്ചയായിട്ടും അങ്ങനെ അവർക്ക് സാധിക്കുമല്ലോ. ആനയെ ഡ്രൈവ് ചെയ്ത് ജനവാസ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തി ആവശ്യപ്രകാരം മയക്കുവെടി വെച്ച് അവിടെ തന്നെ തളയ്ക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ. അതിനെ പെട്ടെന്ന് ഇടിച്ച് മറ്റൊരു ലോറിയിൽ കയറ്റി കൊണ്ടുപോകേണ്ട ആവശ്യമില്ലാതെ തന്നെ അവിടെ തന്നെ സാഹചര്യം ഒരുക്കണം എന്നാണ് ഇപ്പൊ ഈ അവസരത്തിൽ പറയാനുള്ളത്. നമ്മള് പിടിച്ച് വളരെ നന്ദി പ്രതികരിച്ചതിന്. എന്തായാലും വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചിരിക്കുകയാണ്. ഏറെ ആശങ്കാജനകമായ ഒരു സാഹചര്യം. കുറുവ ദ്വീപിന് സമീപമുള്ള ചാലഗദ്ദ പരിസ്ഥിതിയിൽ അജിയാണ് മരിച്ചത്. CCTV ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടു. ഏറെ ആശങ്ക ഉളവാക്കുന്ന ഒരു സാഹചര്യങ്ങൾ കൂടിയാണ് വയനാട്ടിലെ ജനങ്ങൾ കടന്നു പോകുന്നതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു.